പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. +1 വിദ്യാർത്ഥികൾക്കുള്ള ബ്രിഡ്ജ് കോഴ്സിൻ്റെ ഇൻസൈറ്റ് 2020 പാർട്ട് 3 നമ്മൾ കിടക്കുന്നത്. ബ്രിഡ്ജ് കോഴ്സിൻ്റെ 3-ാം ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് മൾട്ടിനാഷണൽ കമ്പനികളെക്കുറിച്ചും അതോടൊപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുമാണ്. കൊമേഴ്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ 2 പദങ്ങളും നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് നമുക്ക് മൾട്ടിനാഷണൽ കമ്പനികളെക്കുറിച്ച് കാണാം. മോണിറ്ററിൽ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പരിചിതമായ കുറേ പേരുകളും ആ കമ്പനികളുടെ ലോഗോയുമാണ് നൽകിയിരിക്കുന്നത്. സ്ക്രീനിൽ നിന്നും ഏതൊക്കെയാണ് ആ കമ്പനികളെന്ന് വായിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക്. ഈ കമ്പനികൾക്കൊക്കെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തെങ്കിലും ചില പ്രത്യേകതകൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടോ? ഇവയൊക്കെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണെന്ന് നമുക്കറിയാം. ഈ കമ്പനികളുടെ പല പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ കമ്പനികളുടെയൊക്കെയും പൊതുവായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അനവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണിവ. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് ഒരു രാജ്യത്ത് ഉണ്ടായിരിക്കുകയും മറ്റനേകം രാജ്യങ്ങളിൽ പ്രവർത്തന ശൃംഖലയുമുള്ള കമ്പനികളാണിവ. ഇവയിൽ തന്നെ 2 തരം കമ്പനികൾ നമുക്ക് കാണാൻ സാധിക്കും. ടാറ്റ അല്ലെ വിപ്രോ തുടങ്ങിയ കമ്പനികളൊക്കെ നമുക്കറിയാം ഇന്ത്യൻ കമ്പനികളാണ്, ഇന്ത്യയിൽ ആരംഭിച്ച കമ്പനികളാണവ. എന്നാൽ പെപ്സിയോ നെസ്ലയോ അല്ലെങ്കിൽ മറ്റു ചില കമ്പനികൾ വിദേശ രാജ്യത്ത് ആരംഭിച്ച് ഇന്ത്യയിൽ പ്രവർത്തനം നടത്തുന്ന കമ്പനികളാണ്. അപ്പോൾ അനവധി രാജ്യങ്ങളിൽ ഇത്തരം പ്രവർത്തന ശൃംഖലയുള്ള കമ്പനികളെയാണ് നമ്മൾ MNCs മൾട്ടിനാഷണൽ കമ്പനികൾ എന്നറിയപ്പെടുന്നത്. ബഹുരാഷ്ട്ര കമ്പനികളാണവ. ഒന്നിലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അനവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെയാണ് MNCs എന്ന് പറയുക. അപ്പോൾ ഇവയൊക്കെയും MNCs ആണ്. മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികൾ എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ MNC എന്ന് പറഞ്ഞാൽ മൾട്ടിനാഷണൽ കമ്പനി അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്നർത്ഥം. കമ്പനി എന്നതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണ് കോർപ്പറേഷൻ. മൾട്ടിനാഷണൽ കമ്പനികൾ അഥവാ കോർപ്പറേഷനുകൾ. എന്താണ് MNCs എന്ന് നമുക്ക് നോക്കാം. MNCs has facilities and other assets at least one country other than its home country. MNC has facilities and other assets in at least one country other than its home country. ആ കമ്പനി ആരംഭിക്കുന്ന രാജ്യമാണ് ഹോം കൺട്രി എന്ന് പറയുക. ഏത് രാജ്യത്താണ് ആ കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ കമ്പനി ഏത് രാജ്യത്താണോ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ആ രാജ്യത്തിന് പുറമെ മറ്റു രാജ്യങ്ങളിൽ അവർക്ക് പ്രവർത്തന ശൃംഖല ഉണ്ടായിരിക്കും. സോ MNC ഹാസ് ഫെസിലിറ്റീസ്, സൗകര്യങ്ങളുണ്ട്, ആൻഡ് അതർ അസറ്റ്സ്, സ്വത്തുവകകളുണ്ട്, ഇൻ അറ്റ്ലീസ്റ്റ് വൺ കൺട്രി അതർ ദാൻ ഇറ്റ്സ് ഹോം കൺട്രി. ആ കമ്പനി ആരംഭിച്ചിരിക്കുന്ന രാജ്യമാണ് ഹോം കൺട്രി. ആ ഹോം കൺട്രിയിലല്ലാതെ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് കൂടി സ്വത്തുവകകളോ പ്രവർത്തന ശൃംഖലകളോ ഉള്ള കമ്പനികളെയാണ് മൾട്ടിനാഷണൽ കമ്പനികൾ അഥവാ ബഹുരാഷ്ട്ര കമ്പനികൾ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ അനവധി ബഹുരാഷ്ട്ര കമ്പനികൾ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു.
A multinational company generally has offices or factories in different countries and a centralized head office where they coordinate global management. അപ്പോൾ എല്ലാ മൾട്ടിനാഷണൽ കമ്പനികൾക്കും അവരുടെ ഓഫീസുകളോ ഫാക്ടറികളോ അനവധി രാജ്യങ്ങളിലുണ്ടാവും. എന്നാൽ അവർ രജിസ്റ്റർ ചെയ്ത രാജ്യത്ത് അവർക്ക് ഹെഡ് ഓഫീസ് ഉണ്ടാവും. ആ ഹെഡ് ഓഫീസിൽ നിന്നാണ് ഗ്ലോബൽ ബേസിസിൽ ലോകം മുഴുവനുമുള്ള അവരുടെ ബ്രാഞ്ചുകളെ അല്ലെങ്കിൽ ഓഫീസുകളെ ഫാക്ടറികളെ നിയന്ത്രിക്കുന്നത് ആ ഹോം കൺട്രിയിൽ നിന്നുകൊണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗ്ലോബൽ മാനേജ്മെൻ്റ് ആയിരിക്കും ഈ ഹെഡ് ഓഫീസ് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആൻഡ് ഓൾസോ MNC has head office in one country called home country. MNCയുടെ ഹെഡ് ഓഫീസ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രാജ്യത്താണ്, അതിനാണ് ഹോം കൺട്രി എന്ന് പറയുക. ബട്ട് ഇറ്റ് ഹാസ് സോ മെനി ഓഫീസസ് ഓർ ബ്രാഞ്ചസ് ഇൻ അതർ കൺട്രീസ്. ആ മറ്റ് രാജ്യങ്ങളെയാണ് അപ്പോൾ എന്ത് പറയുക, ഹോസ്റ്റ് കൺട്രീസ്. ആതിഥേയ രാജ്യങ്ങളാണ്. ആതിഥേയത്വം നൽകുന്ന അല്ലെങ്കിൽ ഒരു വിദേശ കമ്പനിക്ക് പ്രവർത്തന അനുമതി നൽകുന്ന ആതിഥേയ രാഷ്ട്രങ്ങളാണ് മറ്റുള്ളവ. അപ്പോൾ ഹെഡ് ഓഫീസ് ആ കമ്പനിയുടെ എവിടെയാണോ ആ രാജ്യത്തെ ഹോം കൺട്രി എന്ന് വിശേഷിപ്പിക്കാം. എന്നാൽ എവിടെയൊക്കെ പ്രവർത്തന ശൃംഖലയുണ്ടോ, ആ കമ്പനിക്ക് എവിടെയൊക്കെ ഓഫീസുകളോ ബ്രാഞ്ചുകളോ അല്ലെങ്കിൽ ഫാക്ടറികളോ ഉണ്ടോ, ആ രാജ്യങ്ങളെല്ലാം ആതിഥേയ രാഷ്ട്രങ്ങളാണ്, ഹോസ്റ്റ് കൺട്രീസ് എന്നാണ് അറിയപ്പെടുക. അപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന, ഇന്ത്യയെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് ഇന്ത്യയിലായിട്ടുള്ള ഏതൊക്കെ മൾട്ടിനാഷണൽ കമ്പനികളുണ്ട്? അനവധി കമ്പനികളുണ്ട്. അവയിൽ ഏതാനും ചില കമ്പനികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനീസ്, അതായത് ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ ആരംഭിച്ച് മറ്റ് വിദേശ രാജ്യങ്ങളിൽ ബ്രാഞ്ചുകളുള്ള അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തന ശൃംഖലയുള്ള അനവധി കമ്പനികൾ ഇന്ത്യയിലുമുണ്ട്. അപ്പോൾ അവയാണ് ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനികൾ എന്ന് പറയുക. അതായത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലെ ഇന്ത്യൻ കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള, ഇന്ത്യൻ കമ്പനീസ് ആക്ടുകളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടതാണ്. അത്തരം കമ്പനീസ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനി, എന്നാൽ അവയ്ക്ക് അനവധി രാജ്യങ്ങളിൽ പ്രവർത്തന ശൃംഖലയുണ്ട്. അത്തരത്തിലുള്ള ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനികളുണ്ട് അനവധി. നമ്മളൊരു കമ്പനിയെക്കുറിച്ച് നേരത്തെ തന്നെ കണ്ടിരുന്നു. ആർക്കെങ്കിലും ഓർമ്മിക്കാൻ കഴിയുന്നുണ്ടോ അത്? ബാങ്കിങ് സെക്ടറിലുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ അവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഇന്ത്യക്ക് വെളിയിലും അവർക്ക് ശാഖകളുണ്ട്. അപ്പോൾ അതുപോലുള്ള അനവധി ഇന്ത്യൻ കമ്പനികൾ വിദേശ രാജ്യങ്ങളിൽ അവർക്ക് ബ്രാഞ്ചുകളുണ്ട് അല്ലെങ്കിൽ പ്രവർത്തന ശൃംഖലയുണ്ട്. അവയൊക്കെ ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനീസാണ്. അവയുടെ പ്രത്യേകത ഹോം കൺട്രി ഇന്ത്യയാണ്. ആൻഡ് ദേ ഹാവ് ബ്രാഞ്ചസ് ഓർ ഓഫീസസ് ഓർ ഫാക്ടറീസ് ഇൻ ഡിഫറെൻറ്റ് ഹോസ്റ്റ് കൺട്രീസ്. മറ്റ് രാജ്യങ്ങളിൽ അവർക്ക് ഓഫീസുകളോ ബ്രാഞ്ചസോ ഉണ്ടായിരിക്കും. അത്തരം ഇന്ത്യൻ കമ്പനികളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് കോൾഗേറ്റ് പാമോലിവ് ഇന്ത്യ ലിമിറ്റഡ്. Yet another one is United Spirits Limited. ലിക്കറിൻ്റെ ഒക്കെ നിർമ്മാണത്തിൽ ഉള്ളൊരു രാജ്യമാണ്, വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ് യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിമിറ്റഡ്. ഇൻഫോസിസ് ലിമിറ്റഡ്, ഇന്ത്യൻ കമ്പ്യൂട്ടർ കമ്പനിയാണ് ഇൻഫോസിസ് ലിമിറ്റഡ്. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, കൺഫെക്ഷണറീസ് ബിസ്ക്കറ്റിൻ്റെയൊക്കെ നിർമ്മാണത്തിൽ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇന്ത്യൻ കമ്പനിയാണ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ കമ്പനികളുണ്ട്. സീമെൻസ് ലിമിറ്റഡ് അനദർ കമ്പനി. അംബുജ സിമെൻറ്റ്സ് ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ്. മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ്, വാഹന നിർമ്മാതാക്കളാണ്, നമുക്കറിയാം മാരുതി കാറുകൾ. മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ്. ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസ്.
ഓഹരികളുടെയൊക്കെ ഇടപാടുകളിൽ ബ്രോക്കേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന, അതും കേരളത്തിൽ ഹെഡ് ഓഫീസുള്ള, കൊച്ചിയിൽ ഹെഡ് ഓഫീസുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസ്. ഓഹരി ഇടപാടുകളിലെ ബ്രോക്കേഴ്സായിട്ടൊക്കെ അവർ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത് ജിയോജിത് ഫിനാൻഷ്യൽ സർവീസാണ്. അപ്പോൾ അത് കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള, ഹെഡ് ഓഫീസ് കൊച്ചിയിൽ ഉള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അപ്പോൾ ഇവയൊക്കെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, എന്നാൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ കൂടി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനീസാണ്. ഇവ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതേ സമയത്ത് ഇവർക്ക് ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ ഓഫീസുകൾ, ഫാക്ടറികളൊക്കെ വിദേശത്തുമുണ്ട്. ഇതുപോലെ തന്നെ ഇന്ത്യയിൽ അനവധി ഫോറിൻ മൾട്ടിനാഷണൽ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. പല വിദേശ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ വിപണിയിൽ, മാർക്കറ്റിൽ ലഭ്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പല പ്രോഡക്റ്റും വിദേശ കമ്പനികളുടെ പ്രോഡക്റ്റാണ്. നമുക്കറിയാം, പുത്തൻ സാമ്പത്തിക നയം അനുസരിച്ച് 1991 ലിബറലൈസ്ഡ് ഇക്കണോമിക് പോളിസി, പുത്തൻ സാമ്പത്തിക നയം അല്ലെങ്കിൽ ഉദാരവൽകൃത സാമ്പത്തിക നയം അനുസരിച്ച് വിദേശ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ വിദേശ കമ്പനിയെ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റിനെ നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സമ്പദ്ഘടന അല്ലെങ്കിൽ ഇക്കണോമി ഇപ്പോൾ ഓപ്പൺ ഇക്കണോമിയാണ്. പണ്ട് കാലത്ത് നമ്മൾ ഫോളോ ചെയ്തിരുന്നത് ഒരു ക്ലോസ്ഡ് ഇക്കണോമി ആയിരുന്നു. വിദേശ കമ്പനികളെ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നില്ല, അല്ലെങ്കിൽ വിദേശ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലഭ്യമായിരുന്നില്ല. അവിടെ ഒരു ക്ലോസ്ഡ് ഇക്കണോമി ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇറക്കുമതി കയറ്റുമതിക്കൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ സമീപകാലത്ത് നമുക്കറിയാം, ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട്, ലിബറലൈസ്ഡ് ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായി ഉദാരവൽകൃത സാമ്പത്തിക നയമാണ് 1991 ശേഷം നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആ പുതിയ സാമ്പത്തിക നയം അനുസരിച്ച് ഇന്ത്യയിൽ വിദേശ കമ്പനികളെ പ്രവർത്തിക്കാൻ നമ്മൾ അനുവദിക്കുന്നുണ്ട്. ലോകം മുഴുവനും ആ ഒരു മാറ്റമുണ്ട്, ഇന്ത്യയിൽ മാത്രമല്ല. അപ്പോൾ ലോകമൊക്കെയും എന്താണ്, അവിടെ ഗ്ലോബലൈസേഷൻ്റെ പാതയിലാണ്, ആഗോളവൽക്കരണത്തിൻ്റെ പാതയിലാണ്. അപ്പോൾ ഇത്തരത്തിൽ വിദേശ കമ്പനികൾ ഇന്ത്യയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഓഫീസുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചില കമ്പനികളെ നമുക്ക് പരിചയപ്പെടാം. അത്തരം ഫോറിൻ മൾട്ടിനാഷണൽ കമ്പനികൾ വിദേശത്ത് ആരംഭിച്ച, അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് മറ്റു രാജ്യങ്ങളിലുള്ളതും എന്നാൽ ഇന്ത്യ ഹോസ്റ്റ് കൺട്രി ആയിട്ടുള്ളതുമായിട്ടുള്ള കമ്പനികൾ, അതായത് ഫോറിൻ മൾട്ടിനാഷണൽ കമ്പനികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചില ഉദാഹരണങ്ങൾ. മൈക്രോസോഫ്റ്റ് കമ്പനി നമുക്കറിയാം, അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ് കമ്പനി, ബിൽ ഗേറ്റ്സ് ആരംഭിച്ച കമ്പനി. ദെൻ ജോൺസൺ ആൻഡ് ജോൺസൺ, അതും അമേരിക്കയിലുള്ളൊരു കമ്പനി തന്നെയാണ്, നമുക്കേറെ പരിചിതമായിട്ടുള്ളതാണ്. ജോൺസൺ ആൻഡ് ജോൺസൺ അമേരിക്കൻ കമ്പനിയാണ്. കവസാക്കി ജപ്പാൻ കമ്പനിയാണത്. ലെനോവ ചൈനയുടെ കമ്പനിയാണ്. നമുക്കറിയാം, ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളൊക്കെ ലെനോവയുടെ ഉണ്ട്. അത് ചൈന ബേസ്ഡ് കമ്പനിയാണ്, ചൈനയിൽ ആരംഭിച്ച കമ്പനിയാണ്. ദെൻ നെസ്ലെ, സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനിയാണത്. സാംസങ്, അത് സൗത്ത് കൊറിയ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് സൗത്ത് കൊറിയയിലാണ്. ദെൻ കൊക്കക്കോള നമുക്കെല്ലാം പരിചിതമാണ്, ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ ലഭിക്കുന്നു, അമേരിക്കൻ കമ്പനിയാണത്. അതുപോലെ പെപ്സിയും അമേരിക്കൻ കമ്പനിയാണ്, പെപ്സിയുടെ ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. പെപ്സിക്കോള എന്നുള്ള കമ്പനിയാണ് ഇന്ന് പെപ്സിക്കോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ പ്യൂമ എന്ന് പറയുന്നത് ജർമ്മൻ കമ്പനിയാണ്, പ്യൂമയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ സോണി കോർപ്പറേഷൻ ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ ഇതൊക്കെ ഫോറിൻ മൾട്ടിനാഷണൽ കമ്പനികളാണ്. അപ്പോൾ ഇന്ത്യയിൽ ആരംഭിച്ച് വിദേശ രാജ്യങ്ങളിൽ ബ്രാഞ്ചുകളുള്ള, പ്രവർത്തന ശൃംഖലയുള്ള അനവധി
കമ്പനികൾ ഇന്ത്യയിലുണ്ട്. അതൊക്കെ ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനികളാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ആരംഭിച്ച് ഇന്ത്യയിൽ പ്രവർത്തന ശൃംഖലയുള്ള ഫോറിൻ മൾട്ടിനാഷണൽ കമ്പനികളുമുണ്ട്. അപ്പോൾ ഈ മൾട്ടിനാഷണൽ കമ്പനികൾ അല്ലെങ്കിൽ ബഹിരാഷ്ട്ര കമ്പനികളെ പലപ്പോഴും ബഹിരാഷ്ട്ര കുത്തകകൾ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അവയുടെ കടന്നുകയറ്റം പലപ്പോഴും പലതരത്തിലും വിമർശിക്കപ്പെടാറുണ്ട്. എന്നാൽ നമുക്കറിയാം, പലപ്പോഴും ഇത്തരം കമ്പനികളുടെ പ്രവർത്തനത്തിലുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പ്രോഡക്റ്റ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഗുണമേന്മയുള്ള കൂടുതൽ സേവനപ്രദമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇന്ത്യൻ വിപണിയിൽ കിട്ടിത്തുടങ്ങി. അതേസമയത്ത് അതിനെ വിമർശിക്കുന്നവർ പറയുന്നത് അത് ഇന്ത്യയുടെ തനതായ വ്യവസായങ്ങളെ അല്ലെങ്കിൽ ഇവിടെ കടുത്ത മത്സരമുണ്ടാക്കിക്കൊണ്ട് ഇന്ത്യൻ ഹോം ഇൻഡസ്ട്രീസിനെ, ഇന്ത്യയിലുള്ള തദ്ദേശീയമായിട്ടുള്ള വ്യവസായങ്ങളുടെ തകർച്ചയ്ക്ക് അത് കാരണമാക്കിയേക്കാം. അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഗുണവശങ്ങളും ദോഷവശങ്ങളും നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് ഏതിനാണ് കൂടുതൽ മുൻതൂക്കമെന്ന്, അല്ലെങ്കിൽ അവിടെ കൂടുതൽ ദോഷങ്ങളാണോ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യൻ മണ്ണിൽ പ്രവർത്തിക്കുന്നുണ്ട് മേന്മകളാണോ ഉള്ളതെന്ന് നിങ്ങൾക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിബേറ്റ് ചെയ്യാവുന്നൊരു വിഷയമാണ്. അതിൽ നിങ്ങൾക്കുടേതായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചർച്ച കൊണ്ടുവരേണ്ടതാണ്. അത് നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. തുടർന്ന് നമ്മൾ കാണുന്നത് സ്റ്റോക്ക് മാർക്കറ്റുകളെക്കുറിച്ചാണ്. ഓഹരി വിപണി എന്ന് ഉള്ള വാക്ക് നമുക്ക് പരിചിതമാണ്. നിത്യേന പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഒക്കെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കേൾക്കാറുണ്ട്. ഓഹരി വിപണി, നമുക്കറിയാം, കമ്പനികൾ അവരുടെ മൂലധനം സ്വരൂപിക്കുന്നത് ഓഹരികളിലൂടെയാണ്. പ്രത്യേകിച്ചും നമ്മൾ കണ്ടു പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ. അത്തരം പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ പൊതുജനങ്ങളിൽ നിന്നുമാണ് ഓഹരികളിലൂടെ പണം സമാഹരിക്കുന്നത്. പ്രൈവറ്റ് കമ്പനി ആകുമ്പോൾ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിൽ നിന്നാണ് ആവശ്യമുള്ള ഓഹരി മൂലധനം സ്വരൂപിക്കുന്നത്. എന്നാൽ പൊതുമേഖല അല്ലെങ്കിൽ പബ്ലിക് കമ്പനികൾ, അത്തരം പബ്ലിക് കമ്പനികൾ ഓഹരികൾ പൊതുജനങ്ങൾക്ക് വിറ്റഴിച്ചുകൊണ്ടാണ് ആവശ്യമുള്ള മൂലധനം സ്വരൂപിക്കുന്നത്. അപ്പോൾ ഇത്തരം കമ്പനികളുടെ മൂലധനം സ്വരൂപിക്കാൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുക. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഷെയറുകളെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. എ ബണ്ടിൽ ഓഫ് ഷെയർസ്, ഷെയറിൻ്റെ ഒരു കൂട്ടം, 100 ഷെയർ, 1000 ഷെയർ, 500 ഷെയർ, അത്തരത്തിൽ ഷെയറുകളുടെ ഒരു ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ആ ഷെയറുകളുടെ ഒരു ബണ്ടിൽ, അതിനാണെന്ന് പറയുക സ്റ്റോക്ക് എന്ന് പറയുക. അനവധി ഷെയറുകൾ ചേർന്നാണ് സ്റ്റോക്ക്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇത്തരം ഓഹരി വിപണി, ഓഹരികളുടെ കൈമാറ്റം, കമ്പനികളുടെ ഓഹരികളുടെ കൈമാറ്റം അവിടെ നടക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് കാണാം. എന്താണ് ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് നോക്കാം. എ സ്റ്റോക്ക് മാർക്കറ്റ് ഓർ ഷെയർ മാർക്കറ്റ് ഈസ് ദ അഗ്രഗേഷൻ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ബൈ കമ്പനീസ്. കമ്പനികൾ ഇറക്കുന്ന അല്ലെങ്കിൽ കമ്പനികൾക്ക് മൂലധനം സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഷെയറുകൾ പുറപ്പെടുവിക്കുന്നു, അല്ലെങ്കിൽ ഷെയറുകൾ ഇറക്കുന്നു. പൊതുജനം അത് വാങ്ങുന്നു, അല്ലെങ്കിൽ പബ്ലിക് അത് സബ്സ്ക്രൈബ് ചെയ്യുന്നു അല്ലെങ്കിൽ വാങ്ങുന്നു. അപ്പോൾ പൊതുജനങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഷെയറുകൾ കമ്പനികൾ ഇറക്കാറുണ്ട്. അപ്പോൾ ആ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ അഗ്രഗേഷനാണ് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് എന്ന് പറയുക. സോ എ സ്റ്റോക്ക് മാർക്കറ്റ് ഓർ ഷെയർ മാർക്കറ്റ് ഈസ് ദ അഗ്രഗേഷൻ ഓഫ് ദ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഓഫ് ഷെയർസ്. സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത് ഷെയർ വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും ഒരു സമ്മേളനമാണ്. അഗ്രഗേഷൻ അല്ലേ, ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ബയേഴ്സും സെല്ലേഴ്സും മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ്, നമുക്കറിയാം, ഏത് മാർക്കറ്റാണെങ്കിലും. ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ എന്താ
വിതരണം ചെയ്യപ്പെടുന്ന, വിനിമയം ചെയ്യപ്പെടുന്ന എന്താണ്? ഷെയറുകളാണ്, കമ്പനികളുടെ ഷെയറുകളാണ്. അപ്പോൾ ഏത് കമ്പനികളുടെ ഷെയറുകളാണ് നമുക്ക് ഫ്രീ ആയിട്ട് വിൽക്കാനും വാങ്ങാനും കഴിയുന്നത്, അല്ലെങ്കിൽ നിയന്ത്രണമില്ലാതെ വാങ്ങാനും വിൽക്കാനും കഴിയുന്നത്? പബ്ലിക് കമ്പനികളുടെ ഷെയറുകളാണ്. പ്രൈവറ്റ് കമ്പനികളുടെ ഷെയറുകൾ അങ്ങനെ പൊതുജനങ്ങൾക്ക് വാങ്ങാനോ വിൽക്കാനോ സാധിക്കില്ല. എന്നാൽ പബ്ലിക് കമ്പനികളുടെ ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും കഴിയുന്നവയാണ്. അതിനു വേണ്ടിയിട്ടുള്ള മാർക്കറ്റിനാണെന്ന് പറയുക സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് എന്ന് പറയുക. എന്നാൽ മനസ്സിലാക്കേണ്ടത്, ഒരു ഫിഷ് മാർക്കറ്റെന്നോ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ മാർക്കറ്റെന്നോ പറയുന്നത് പോലെ നമുക്ക് ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് ആവണമെന്നില്ല അത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഓഹരികൾ വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും ഒരു കൂട്ടായ്മയ്ക്കാണ് അവിടെ ഷെയർ മാർക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ മീറ്റ് ചെയ്യുന്ന ഏത് സ്ഥാപനവും അതാവാം. These may include shares issued by public limited companies and securities listed on a stock exchange. കമ്പനികളുടെ ഓഹരികൾ വാങ്ങാനും വിൽക്കാനുമുള്ള സൗകര്യം ഒരുക്കുന്ന സ്ഥലമാണിത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓഹരികൾ വാങ്ങാനും വിൽക്കാനും സാധാരണ മാർക്കറ്റ് പ്ലേസിൽ പോലെ നമുക്കവിടെ സാധിക്കില്ല. ഒരാൾക്ക് ഷെയർ വിൽക്കണമെങ്കിൽ നേരിട്ട് അത് വാങ്ങുന്നയാൾക്ക് കൊടുക്കാൻ സാധിക്കില്ല. നമ്മൾ സാധാരണ മാർക്കറ്റിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് പോലെ ഷെയർ വാങ്ങാനോ വിൽക്കാനോ സാധിക്കില്ല. കമ്പനികളുടെ ഓഹരികൾ വാങ്ങാനും വിൽക്കാനും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ അംഗീകൃത ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കമ്പനികളുടെ ഓഹരികൾ മാത്രമേ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ വാങ്ങാനും വിൽക്കാനും സാധിക്കുകയുള്ളൂ. അതും ഇടനിലക്കാരിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഷെയർ ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ആ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് മുഖാന്തരം, അതായത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അംഗീകൃത ബ്രോക്കർ മുഖാന്തരം മാത്രമേ നമുക്കൊരു ഷെയർ വാങ്ങാനോ വിൽക്കാനോ സാധിക്കുള്ളൂ. അല്ലാതെ നേരിട്ട് ബയർക്കും സെല്ലർക്കും മീറ്റ് ചെയ്തുകൊണ്ട് സാധാരണ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് പോലെ കമ്പനിയുടെ ഷെയറുകൾ വിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ഷെയറുകൾ വിൽക്കാനോ വാങ്ങാനോ അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. അതും നമുക്ക് നേരിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ഷെയർ വാങ്ങാനോ വിൽക്കാനോ സാധിക്കില്ല. അവിടെ ഷെയർ ബ്രോക്കേഴ്സ്, ആ ബ്രോക്കർ മുഖാന്തരം മാത്രമേ, ഒരു അംഗീകൃത ബ്രോക്കർ മുഖാന്തരം മാത്രമേ നമുക്ക് ഷെയർ വാങ്ങാനും വിൽക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ സാധാരണ ഷെയറിൻ്റെ വിൽപ്പന രണ്ട് തരത്തിൽ നടക്കുന്നുണ്ട്. ആദ്യമായിട്ടൊരു കമ്പനി ഷെയർ പബ്ലിക്കിന് കൊടുക്കുമ്പോൾ കമ്പനി നേരിട്ട് അവിടെ ഷെയറിന് അപേക്ഷ നൽകുന്നവർക്ക് ഷെയർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പ്രൈമറി മാർക്കറ്റിൽ കമ്പനി പുതിയ ഷെയറുകൾ എന്താണ് അതിൻ്റെ പണം മുടക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് വാങ്ങുന്നവർക്ക് കൊടുക്കുന്ന രീതി. അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇടപെടലില്ല. കമ്പനിക്ക് പുതിയതായിട്ട് എന്താണ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനികൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് പണമടയ്ക്കുന്നവർക്ക് എന്താണ് ഷെയറുകൾ നൽകാവുന്നതാണ്. അത്തരം ഷെയർ ഇഷ്യൂ എന്ന് പറയുന്നത് കമ്പനി നേരിട്ടാണ് നിർവഹിക്കുന്നത്. എന്നാൽ പിന്നീട് ഈ ഷെയർ വാങ്ങുന്നവർക്ക് ഷെയർ വിൽക്കണമെങ്കിൽ അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. So, a stock exchange is an organization where stock brokers and traders can buy and sell shares, bonds and other securities. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അത്തരം സ്ഥാപനങ്ങളിലാണ് ഇത്തരം സ്റ്റോക്ക് ബ്രോക്കേഴ്സ് മുഖാന്തരം അല്ലെങ്കിൽ ഷെയർ ബ്രോക്കേഴ്സ് മുഖാന്തരം ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും കഴിയുന്നത്. ഷെയറുകൾ മാത്രമല്ല, കടപ്പത്രങ്ങൾ, ബോണ്ടുകൾ, ഗവൺമെൻറ്റോ കമ്പനികളോ ഇറക്കുന്ന ബോണ്ടുകൾ അല്ലെ അങ്ങനെയുള്ള സെക്യൂരിറ്റികൾ, പ്രമാണങ്ങൾ. അപ്പോൾ ഓഹരികൾ പോലെയുള്ള, ബോണ്ടുകൾ പോലെയുള്ള അതുപോലുള്ള സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ. അതും ഒരു ബ്രോക്കർ മുഖാന്തരമാണ്. നേരിട്ട് നമുക്ക് പോയി വാങ്ങാനും വിൽക്കാനും സാധിക്കില്ല. പണ്ട് കാലത്ത് അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ചായിരുന്നു ഷെയറിൻ്റെ വാങ്ങലും വിൽപ്പനയും, അതായത് ബ്രോക്കേഴ്സ് മുഖാന്തരം നടത്തിക്കൊണ്ടിരുന്നത്. അതാണ് ഓപ്പൺ ഔട്ട്ക്രൈ സിസ്റ്റം എന്നാണ് പറഞ്ഞിരുന്നത്. ഒരു ലേലം വിളി പോലെ. ലേലം വിളിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുമുണ്ടാവും. അപ്പോൾ ആ ലേലം വിളി പോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ട്രേഡിംഗ് റിങ്ങിൽ വാങ്ങുന്നതിൻ്റെയും വിൽക്കുന്നതിൻ്റെയും ബ്രോക്കർമാർ വന്നുകൊണ്ട് പരസ്പരം വില നിശ്ചയിച്ചുകൊണ്ട്
വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഓൺലൈൻ ട്രേഡിംഗ് ആണ് ഷെയർ മാർക്കറ്റിലുള്ളത്. നമുക്ക് ഷെയർ വാങ്ങണമെങ്കിൽ ഒരു ഷെയർ ബ്രോക്കറുടെ ഓഫീസിൽ പോയാൽ മതി. അംഗീകൃത ബ്രോക്കേഴ്സും അവരുടെ സബ് ബ്രോക്കേഴ്സുമായിട്ട് അനവധി സ്ഥാപനങ്ങൾ, നമ്മളൊരു സ്ഥാപനത്തിന് പേര് നേരത്തെ കേട്ടു, ജിയോജിത്ത് അല്ലേ. അപ്പോൾ അത്തരം സ്ഥാപനങ്ങൾ ഷെയർ ബ്രോക്കേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അവരുടെ ഓഫീസിൽ പോയി നമുക്ക് ഷെയർ വാങ്ങാനും വിൽക്കാനുമുള്ള അവസരമുണ്ട്. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നും എന്താണ് ഈ ബ്രോക്കേഴ്സിൻ്റെ ഒരു ടെർമിനൽ അല്ലെങ്കിൽ ഒരു ലിങ്ക് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് നമുക്ക് പാസ്വേഡ് യൂസർ നെയിമും ഉപയോഗിച്ച് എന്താണ് ഷെയർ വ്യാപാരം, ഷെയർ ഇടപാടുകൾ, ഷെയർ വാങ്ങാനും വിൽക്കാനും വീട്ടിൽ നിന്നും സാധിക്കും. അപ്പോൾ അത്തരം ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് ആണ് ഇന്നുള്ളത്, അല്ലെങ്കിൽ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് എന്ന് തന്നെ പറയും. മെനി ലാർജ് കമ്പനീസ് ഹാവ് ദർ സ്റ്റോക്സ് ലിസ്റ്റഡ് ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്ത കമ്പനിയുടെ ഷെയർ മാത്രമേ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ വിൽക്കാനും വാങ്ങാനും സാധിക്കുകയുള്ളൂ. ദിസ് മേക്സ് ദ സ്റ്റോക്ക് മോർ ലിക്വിഡ് ആൻഡ് ദസ് മോർ അട്രാക്റ്റീവ് ടു മെനി ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഉള്ളതുകൊണ്ട് ഷെയർ വാങ്ങാനും വിൽക്കാനും എളുപ്പമായി മാറുന്നു. കാരണം ഒരു റെഡി മാർക്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഓഹരി വാങ്ങാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. വില കൂടുമ്പോൾ മറിച്ച് വിൽക്കാൻ സാധിക്കും. ഓഹരികൾക്ക് നമുക്കറിയാം വില മാറി മറിഞ്ഞുകൊണ്ടിരിക്കും, വില കൂടിയും കുറഞ്ഞും മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച്, മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച്. അപ്പോൾ ഷെയർ വാങ്ങി വിറ്റ് ലാഭം ഉണ്ടാക്കാൻ കഴിയും. അത്തരത്തിൽ ഇടപാടുകൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഷെയർ ബ്രോക്കർ മുഖാന്തരം സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഷെയറുകൾക്കൊരു റെഡി മാർക്കറ്റ് പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഷെയർ വാങ്ങാനും വിൽക്കാനും കഴിയും. നമ്മുടെ കൈവശമുള്ള പണം ഷെയർ ആക്കാനും തിരിച്ച് പണം ആവശ്യമുള്ളപ്പോൾ അത് വിറ്റ് ഷെയർ വിറ്റ് പണമാക്കാനും കഴിയും. അപ്പോൾ ഷെയറുകൾക്ക് ലിക്വിഡിറ്റി പ്രദാനം ചെയ്യുന്നതിലൊരു മുഖ്യ പങ്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് വഹിക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇല്ലായിരുന്നെങ്കിൽ ഷെയർ വാങ്ങാനും വിൽക്കാനും ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ ഷെയർസ് പോലെയുള്ള സെക്യൂരിറ്റികൾക്ക്, കോർപ്പറേറ്റ് സെക്യൂരിറ്റികൾക്ക് വേണ്ട ലിക്വിഡിറ്റി പ്രദാനം ചെയ്ത് ഇൻവെസ്റ്റേഴ്സിനെ അത്തരം നിക്ഷേപങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് ഇത്തരം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. അതുകൊണ്ട് എളുപ്പത്തിൽ കമ്പനികൾക്ക് എന്താണ് ഓഹരികളിലൂടെ ഓഹരികൾ ഇറക്കി മൂലധനം സ്വരൂപിക്കാൻ കഴിയുന്നു. അപ്പോൾ എങ്ങനെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിലവിൽ കമ്പനികൾ ഇറക്കിയ ഓഹരികൾ മാത്രമാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്. പുതിയ ഓഹരികൾ കമ്പനികൾ നേരിട്ട് ഇൻവെസ്റ്റേഴ്സിന് നൽകുകയാണ് ചെയ്യുക. പബ്ലിക്കിന് കമ്പനിയിൽ നിന്നും നേരിട്ട് ഷെയറുകൾ വാങ്ങാം. അതിനാണ് പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈമറി ഇഷ്യൂ എന്ന് പറയുന്നത്. നേരിട്ട് കമ്പനിയിൽ നിന്നും ഓഹരികൾ നമുക്ക് വാങ്ങാം. പക്ഷേ എപ്പോഴും കമ്പനികൾ പുതിയ ഷെയറുകൾ ഇറക്കാറില്ല. അപ്പോൾ ഓൾറെഡി വാങ്ങിയ ഷെയറുകൾ പിന്നീട് മറിച്ച് വിൽക്കണമെങ്കിൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് വിൽക്കുക. അതുകൊണ്ട് അതിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ സെക്കൻഡറി മാർക്കറ്റ് എന്നാണ് പറയുക. അത് സെക്കൻഡറി മാർക്കറ്റ്, ദ്വിതീയ വിപണിയാണ്. കാരണം പ്രാഥമിക വിപണി എന്ന് പറയുന്നത് അവിടെ കമ്പനികളിൽ നിന്ന് നേരിട്ട് ഓഹരികൾ ഇൻവെസ്റ്റേഴ്സ് വാങ്ങുന്നതാണ്. അതിൻ്റെ തുടർന്നുള്ള വാങ്ങൽ വിൽക്കലുകളാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ നടക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ ദ്വിതീയ വിപണി എന്ന് പറയുന്നത്. കാരണം ഓൾറെഡി ഇഷ്യൂ ചെയ്ത സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ് ആണ് ഇവിടെ കൈകാര്യം ചെയ്യപ്പെടുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ. അതൊരു ബ്രോക്കർ മുഖാന്തരമേ വാങ്ങാനും വിൽക്കാനും സാധിക്കുള്ളൂ. അപ്പോൾ ഷെയർ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ആർക്ക് കമ്മീഷൻ ലഭിക്കും? ആ ബ്രോക്കർക്ക് നിശ്ചിത നിരക്കിലുള്ള കമ്മീഷൻ ലഭിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ഓഹരികളുടെ കൈമാറ്റം നടക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ നമുക്കറിയാം ഷെയറുകൾക്ക് വില കൂടാറുണ്ട്, ചിലപ്പോൾ ഷെയറുകൾക്ക് വില കുറയാറുണ്ട്. ചില കമ്പനികളുടെ ഷെയറിന് വൻ കുതിച്ച് കയറ്റം വിലയിലുണ്ടാകാറുണ്ട്. എന്നാൽ ചില കമ്പനികളുടെ ഷെയറിന് വിലയിടിവ് സംഭവിക്കാറുണ്ട് ഒരേ സമയത്ത്. അപ്പോൾ സാധാരണ ഷെയർ മാർക്കറ്റിലെ ട്രെൻഡുകൾ, പ്രവണതകൾ, വില കൂടുന്ന പ്രവണതയുണ്ടാവാം. അതിനാണ് ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയുക. അപ്പോൾ ഏതെങ്കിലും
കമ്പനിയുടെ ഓഹരികൾക്ക് ഡിമാൻഡ് വർദ്ധിക്കുന്നു, കൂടുതൽ പേർ വാങ്ങാൻ തയ്യാറാകുന്നു. നമുക്കറിയാം ഡിമാൻഡ് കൂടുന്തോറും എന്താണ്, ഏത് വസ്തുവിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ വില വർദ്ധിക്കും. അപ്പോൾ അതിനാണ് ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയുക. ഓഹരികൾക്ക് വില വർദ്ധിക്കുന്ന സാഹചര്യമാണെങ്കിൽ അതിനാണ് ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയുക. ഓഹരിക്ക് വില കൂടുമെന്ന് കരുതി ഓഹരികൾ വാങ്ങിക്കൂട്ടുന്ന ആൾക്കാരാണെന്ത്, ബുൾ സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുക. നമുക്കറിയാം ഓഹരികൾ വാങ്ങി വിറ്റ് ലാഭം ഉണ്ടാക്കാം. സാധനങ്ങൾ വാങ്ങി വിറ്റ് ലാഭം ഉണ്ടാക്കുന്നത് പോലെ ഓഹരികളും വില കുറഞ്ഞപ്പോൾ വാങ്ങി വില കൂടുമ്പോൾ വിറ്റുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയുള്ള ഓഹരി കൈകാര്യം ചെയ്യുന്നവരെയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവരെയാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുക. ദീർഘകാലം ഷെയർ വാങ്ങി അതിൻ്റെ ലാഭവിഹിതം കമ്പനിയിൽ നിന്ന് കിട്ടണമെങ്കിൽ അവിടെ യഥാർത്ഥ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കണം. അവർ നിക്ഷേപകർ കൂടുതൽ കാലം ഷെയർ കൈവശം വെച്ചുകൊണ്ട് ആ ഡിവിഡൻഡ് അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് ലാഭവിഹിതം പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ അവർ യഥാർത്ഥ ഇൻവെസ്റ്റേഴ്സാണ്, നിക്ഷേപത്തിലൂടെ വരുമാനമുണ്ടാക്കുക. എന്നാൽ ചിലർ അങ്ങനെയല്ല, ഷോർട്ട് ടൈമിൽ തന്നെ അവിടെ എന്താണ്, ഷെയർ വാങ്ങിയും വിറ്റ് ലാഭം ഉണ്ടാക്കുക. വില കുറയുമ്പോൾ വാങ്ങുക, വില കൂടുമ്പോൾ വിൽക്കുക. അവരെയാണ് സ്പെക്കുലേറ്റേഴ്സ് അല്ലെങ്കിൽ ഊഹക്കച്ചവടക്കാർ, ഷെയർ മാർക്കറ്റിലെ ഊഹക്കച്ചവടക്കാരെന്ന് പറയുക സ്പെക്കുലേറ്റേഴ്സാണ്. ആ സ്പെക്കുലേഷൻ നിയമവിധേയമാണ്. ആർക്ക് വേണമെങ്കിലും എന്താണ്, അവിടെ കുറഞ്ഞ വിലയുള്ളപ്പോൾ ഓഹരി വാങ്ങി വില കൂടുമ്പോൾ മറിച്ച് വിറ്റ് ലാഭം ഉണ്ടാക്കാം. അവരെയാണ് ഊഹക്കച്ചവടക്കാർ അല്ലെങ്കിൽ സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചില സ്പെക്കുലേറ്റേഴ്സ് എന്താണ്, ഓഹരിക്ക് വില കൂടുമെന്ന് കരുതിയിട്ട് ഓഹരികൾ വാങ്ങിക്കൂട്ടും. അത്ര സ്പെക്കുലേറ്റേഴ്സിനെയാണ് ബുൾ എന്ന് വിശേഷിപ്പിക്കുക. കാളക്കൂറ്റൻ ബുള്ളാണ് അല്ലേ, വില വർദ്ധിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. എന്നാൽ ബിയർ സ്പെക്കുലേറ്റേഴ്സ് ഉണ്ട്, കരടികൾ. മാർക്കറ്റിൽ കരടികൾ വാഴുക എന്ന് പറഞ്ഞാൽ ഓഹരികൾക്ക് വില കുറയുമെന്നുള്ള പ്രതീക്ഷയിൽ ഓഹരികൾ വിറ്റഴിക്കുന്നവരാണ്. കാരണം വില കുറയും, അപ്പോൾ ഇപ്പം ഉയർന്ന വിലയ്ക്ക് വിൽക്കാം. അപ്പോൾ ഓഹരികൾക്ക് വില കുറയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഓഹരികൾ വിറ്റഴിക്കുന്ന സ്പെക്കുലേറ്റേഴ്സിനാണെന്ന് പറയുക ബിയർ സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുക. അവർ കരടികളാണ്, വില കുറയുമെന്നുള്ള പ്രതീക്ഷ. അപ്പോൾ ഇത്തരത്തിൽ ബുള്ളിഷ് ട്രെൻഡോ ബെയറിഷ് ട്രെൻഡോ മാർക്കറ്റിൽ ഉണ്ടാവാം. ഓഹരികൾക്ക് വില കൂടുന്ന സാഹചര്യമാണെങ്കിൽ അതിനെ ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയും. നേരെ തിരിച്ച് ഓഹരികൾക്ക് വില കുറയുന്ന അവസ്ഥയാണെങ്കിൽ ബെയറിഷ് മാർക്കറ്റ് എന്ന് പറയും. അപ്പോൾ മാർക്കറ്റ് ട്രെൻഡുകൾ അവലോകനം ചെയ്തുകൊണ്ടാണ് ഷെയർ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഓഹരിയുടെയും വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഒരു സ്പെക്കുലേറ്റർക്ക് എന്താണ്, ഓഹരികൾ വാങ്ങി വിറ്റ് ലാഭം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ബുൾ സ്പെക്കുലേറ്റേഴ്സ് ആകുമ്പോൾ വില കൂടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമുള്ള സ്പെക്കുലേറ്റേഴ്സാണ്. അവരിപ്പോൾ എന്ത് ചെയ്യും, ഓഹരികൾ വാങ്ങിക്കൂട്ടും വില കൂടുമ്പോൾ വിൽക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ വില കുറയുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്പെക്കുലേറ്റേഴ്സിനാണെന്ന് പറയുക ബെയർ സ്പെക്കുലേറ്റേഴ്സ്. അവർ വില കുറയും എന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. അവരിപ്പോൾ ഓഹരികൾ എന്ത് ചെയ്യും, വിറ്റഴിക്കും. കാരണം ഓഹരികൾക്ക് വില കുറയാൻ പോവുകയാണപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് അത് പിന്നീട് തിരിച്ചെടുക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ബിയർ സ്പെക്കുലേറ്റേഴ്സും ബുൾ സ്പെക്കുലേറ്റേഴ്സും ഉള്ള മാർക്കറ്റാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരേ സമയത്ത് ഓഹരിക്ക് വില കുറയുമെന്ന് ചിലർ പ്രതീക്ഷിക്കുന്നു, മറ്റുള്ളവരാകട്ടെ ആ ഓഹരികൾക്ക് വില കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വില കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നവർ ഓഹരികൾ വാങ്ങിക്കൂട്ടും. ഓഹരികൾക്ക് വില കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നവരത് വിറ്റഴിക്കും. ആ രീതിയിൽ ഓഹരികൾ വാങ്ങി വിറ്റ് ലാഭം ഉണ്ടാക്കുന്നവരാണ് ഇത്തരത്തിലുള്ള സ്പെക്കുലേറ്റേഴ്സ് ആയിട്ടുള്ളവർ. ആ സ്പെക്കുലേഷൻ നിയമവിധേയമാണ്. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ച് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അനവധി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ന പേരിൽ ഒരുപാട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും അടുത്തായിട്ട് ഈ കേരളത്തിലെ ഏക സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരുന്നു. എന്നാൽ അവിടെ ഇപ്പോൾ ഇത്തരം റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഇപ്പോൾ പ്രവർത്തനമില്ല. കാരണം എന്താണ്, ഓൺലൈൻ ഷെയർ ഇടപാടുകൾ വന്നതോടുകൂടി
നാഷണൽ വൈഡായിട്ടുള്ള വൻകിട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൂടെ മാത്രമേ ഇടപാടുകൾ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഇന്ത്യയിലുള്ള ഷെയർ മാർക്കറ്റിലെ കൂടുതൽ ഇടപാടുകളും രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൂടെയാണ് നടക്കുന്നത്. അനവധി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ലിസ്റ്റിലുണ്ടെങ്കിലും ആകെ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ മാത്രമേ കാര്യമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുള്ളൂ. അതിൽ ഒന്നാമത്തേതാണ് നമുക്കെവർക്കും പരിചിതമായിട്ടുള്ള ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചിത്രം നമുക്ക് മോണിറ്ററിൽ കാണാം. ആ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ BSE എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE. അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. ദ BSE ഈസ് ആൻ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലൊക്കേറ്റഡ് അറ്റ് ദലാൽ സ്ട്രീറ്റ്, മുംബൈ. മുംബൈയിലെ ദലാൽ സ്ട്രീറ്റാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. മുംബൈയിലെ ദലാൽ സ്ട്രീറ്റിൽ ആണ് അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ ഓഫ് 1875. 1875 ആരംഭിച്ചതാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഇറ്റ് ഈസ് ദ ഏഷ്യാസ് ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏഷ്യയിലെ തന്നെ ഒന്നാമത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണത്. 1875 സ്ഥാപിതമായ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആൻഡ് നൗ BSE ഈസ് ദ വേൾഡ്സ് 10th ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ലോകത്തുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ 10ാം സ്ഥാനത്ത്, ഷെയർ ഇടപാടുകളുടെ കാര്യത്തിൽ 10ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഇന്നും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അനദർ വൺ ഈസ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ NSE. ബോംബെയിൽ തന്നെയുള്ള മറ്റൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് NSE അഥവാ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. NSE ഈസ് അനദർ ലീഡിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ, ലൊക്കേറ്റഡ് ഇൻ മുംബൈ. NSEയും അപ്പോൾ എവിടെ തന്നെയാണ്? മുംബൈയിൽ തന്നെയാണ്. മുംബൈയിൽ തന്നെയുള്ള മറ്റൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് NSE. NSE വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1992. 1992 ആരംഭിച്ചതാണ്. വളരെ കാലത്തിന് ശേഷം, നമുക്കറിയാം 1992 ആരംഭിച്ചതാണ്. ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഒത്തുചേർന്നുകൊണ്ട് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഒരു ഉണർവുണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ച സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് NSE എന്ന് പറയുന്നത്. 1992. NSE വാസ് ദ ഫസ്റ്റ് എക്സ്ചേഞ്ച് ഇൻ ദ കൺട്രി ടു പ്രൊവൈഡ് എ മോഡേൺ ഫുള്ളി ഓട്ടോമേറ്റഡ് സ്ക്രീൻ ബേസ്ഡ് ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം. നമ്മൾ കണ്ടു ഇപ്പോൾ ഓഹരികൾ ഓൺലൈൻ ട്രേഡിങ്ങിലൂടെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ സ്ക്രീൻ ബേസ്ഡ് ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റമാണുള്ളത്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് ആണ്. പണ്ട് കാലത്തുണ്ടായിരുന്ന ഓപ്പൺ ഔട്ട്ക്രൈ സിസ്റ്റം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ട്രേഡിംഗ് റിങ്ങിൽ വെച്ച് അവിടെ ബ്രോക്കേഴ്സ് തമ്മിൽ കച്ചവടം ഉറപ്പിക്കുന്ന ആ പഴയ രീതി മാറി പുതിയ രീതിയിലുള്ള ഓൺലൈനായിട്ടുള്ള ഷെയർ ട്രേഡിംഗ് ആദ്യമായിട്ട് കൊണ്ടുവന്ന ആരാണ്? NSE ആണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങിയപ്പോൾ മുതൽ അവിടെ ഇത്തരത്തിലുള്ള ഓട്ടോമേറ്റഡ് സ്ക്രീൻ ബേസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റമാണ്, ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് ആണ് നടക്കുന്നത്. ഇറ്റ് ഈസ് ദ വേൾഡ്സ് 11th ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ നമ്മുടെ BSEയുടെ തൊട്ടുപുറകിലായി NSE 11ാം സ്ഥാനത്ത്, ലോകത്ത് 11ാം സ്ഥാനത്തുണ്ട്. അപ്പോൾ ഇന്ത്യയിലുള്ള 2 പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും BSE. അതോടൊപ്പം തന്നെ തൊട്ടുപുറകിലായി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുണ്ട് NSE. ഈ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൂടെയാണ് ഇന്ത്യയിൽ ഇന്ന് ഓഹരി ഇടപാടുകൾ നടക്കുന്നത്. മറ്റ് പ്രാദേശിക സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ കാര്യമായ ഓഹരി ഇടപാടുകൾ നടക്കുന്നില്ല. അപ്പോൾ ഈ ഓഹരി ഇടപാടുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടും അതിൽ താല്പര്യമുള്ള കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ ഓഹരി വിപണിയെക്കുറിച്ച് മനസ്സിലാക്കാനും നമ്മുടെ പത്രമാധ്യമങ്ങൾ ഏറെ സഹായിക്കും. ഒട്ടുമിക്ക എല്ലാ പത്രങ്ങളിലും പ്രത്യേക പേജുകൾ തന്നെ അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് പേജുകളുണ്ട്. മിക്ക ന്യൂസ് പേപ്പേഴ്സിലും പ്രത്യേക പേജ് തന്നെ. ഉദാഹരണമായിട്ട് ഞാൻ മാതൃഭൂമി പേപ്പറിൻ്റെ വാണിജ്യം, ഇന്നത്തെ 4ാം പേജിൽ വാണിജ്യം എന്നുള്ള പേജ്, 4ാം പേജുണ്ട്. ആ വാണിജ്യം എന്നുള്ള പേജിൽ ഓഹരി നിലവാരം കൊടുത്തിട്ടുണ്ട്. പ്രമുഖ കമ്പനികളുടെ ഓഹരികളുടെ
ഇന്നലെ ഏത് വിലക്കാണ് ഓഹരികളുടെ കൈമാറ്റം നടന്നിരിക്കുന്നത്, ആ വില നിലവാരമാണ്, ആ ക്ലോസിംഗ് സമയത്തുള്ള വില നിലവാരമാണ് അവിടെ പത്രമാധ്യമങ്ങളിൽ നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഓഹരി നിലവാരം മനസ്സിലാക്കിക്കൊണ്ട് ഏത് ഓഹരികൾക്കൊക്കെ വില വർദ്ധിക്കുന്നു, ഏത് ഓഹരികൾക്ക് വില കുറയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനും ആ രീതിയിൽ ഓഹരി വിപണിയിൽ പണം മുടക്കി ഓഹരികൾ വാങ്ങി വിറ്റ് ലാഭം ഉണ്ടാക്കാനും കഴിയും. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് ഇന്ന് ഓഹരികൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന കമ്പനിയുടെ ഓഹരികൾ മാത്രമേ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ വിപണനം ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബെയറിഷ് ട്രെൻഡാണോ, ഓഹരികൾക്ക് പൊതുവിൽ വില കൂടുകയാണോ, അല്ലെ ഓഹരികൾക്ക് പൊതുവിൽ വില കുറയുകയാണോ, ബെയറിഷ് ട്രെൻഡാണോ എന്നറിയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ്, അവരുടെ ഓഹരി വില സൂചിക മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഈ പത്രത്തിൽ, ഇന്നത്തെ പത്രത്തിൽ സെൻസെക്സ് എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി വില സൂചികയാണ്. സെൻസെക്സ് അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 30 കമ്പനികളുടെ ഓഹരികളുടെ വെയ്റ്റഡ് ആവറേജ് എടുത്തുകൊണ്ടാണ് ഏത് തയ്യാറാക്കുന്നത്, സെൻസെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സെൻസെക്സിൻ്റെ ഇൻഡെക്സ് എത്രയാണ്? 38,067.93. അതായത് തലേ ദിവസത്തെക്കാളിലും 94.71 വർദ്ധിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ബെയറിഷ് ട്രെൻഡാണോ ബുള്ളിഷ് ട്രെൻഡാണോ? ബുള്ളിഷ് ട്രെൻഡാണ്, ഓഹരികൾക്ക് വില കൂടുകയാണ്. കാരണം പ്ലസ് ആണ് അല്ലേ. തലേ ദിവസത്തെക്കാളിലും ഇന്ന് 94.71 പോയിൻ്റ് വർദ്ധിച്ചിട്ടുണ്ട് സെൻസെക്സിൽ. അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി വില സൂചികയാണ് സെൻസെക്സ്. ആ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട 30 ഓഹരികളുടെ വില എടുത്തുകൊണ്ടാണ് അത് തീരുമാനിക്കുക. അപ്പോൾ ഇന്നത്തെ സെൻസെക്സ് എന്ന് പറയുന്നത് 38,067.93 ഇൻഡെക്സ്. അപ്പോൾ ഓരോ ദിവസവും ഈ രീതിയിൽ സെൻസെക്സ് മനസ്സിലാക്കിക്കൊണ്ട് ഓഹരികൾക്ക് വില കൂടുകയാണോ പൊതുവിൽ, അല്ലെങ്കിൽ ഒരു ബെയറിഷ് ട്രെൻഡാണോ, ഓഹരികൾക്ക് വില കുറയുകയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തൊട്ട് താഴെ സെൻസെക്സിൻ്റെ താഴെ നിഫ്റ്റി കാണുന്നുണ്ട്. നിഫ്റ്റി എന്ന് പറയുന്നത് അപ്പോൾ NSEയുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി വില സൂചികയാണ്. പേരിൽ തന്നെ വ്യക്തമാണ് അല്ലേ. നിഫ്റ്റി അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ 50 ഓഹരികളുടെ വെയ്റ്റഡ് ആവറേജ് എടുത്തുകൊണ്ടാണ് നിഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുക. നിഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ 50 ഓഹരികളുടെ ആവറേജ് എടുത്തുകൊണ്ടാണ്. അപ്പം നിഫ്റ്റി എത്രയാണ്? 11,247.55 ആണ് ഇന്നത്തെ നിഫ്റ്റിയുടെ വാല്യൂ അല്ലെങ്കിൽ ഇൻഡെക്സ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തേക്കാൾ എത്ര വർദ്ധിച്ചു? 25.15. അപ്പോൾ ഇപ്പോൾ ഈ കൊറോണ കാലത്ത് പോലും നമ്മുടെ ഷെയർ മാർക്കറ്റിൽ കുതിപ്പാണ്, ഓഹരികൾക്ക് വില വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സൊക്കെ ഷെയർ മാർക്കറ്റിൽ പണം മുടക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഷെയറിന് ഡിമാൻഡ് വർദ്ധിക്കുന്നു. അതാണ് ഷെയറിൻ്റെ വില വർദ്ധിച്ചതിൻ്റെ സൂചികയാണെന്ത് അവിടെ സെൻസെക്സും നിഫ്റ്റിയും വർദ്ധിക്കുന്നത്. ഈ രീതിയിൽ സെൻസെക്സും നിഫ്റ്റിയിലുമുള്ള ആ ചാഞ്ചാട്ടങ്ങൾ അല്ലെങ്കിൽ മാറ്റം കൂടുകയാണോ കുറയുകയാണോ എന്ന് മനസ്സിലാക്കി ഷെയർ മാർക്കറ്റിലെ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികളായുള്ള ACC അങ്ങനെയുള്ള മുതൽ തുടങ്ങി ഒരുപാട് കമ്പനികളുടെ ഓഹരികളുടെ ആ ദിവസത്തെ ഇന്നലത്തെ വില നിലവാരമാണ്, ഓഹരി നിലവാരമാണ് അവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ തുടർന്ന് കേരള ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഒരുപാട് കമ്പനികളുടെ അപ്പോളോ ലിമിറ്റഡ് മുതലുള്ള കമ്പനികളുടെ ലിസ്റ്റുകൾ വില നിലവാരം തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടർന്ന് നിങ്ങൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾ അതീവ തൽപരരാണെങ്കിൽ ഓരോ ദിവസവും എന്താണ് ഓഹരികളിൽ വരുന്ന മാറ്റം, ഏതെങ്കിലും 5-6 കമ്പനികളുടെ ഓഹരികൾ എടുത്ത് പഠിക്കാം. പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളെ സെലക്ട് ചെയ്തുകൊണ്ട് ആ കമ്പനികളുടെ ഓഹരികൾ പ്രത്യേകമായിട്ട് പഠിച്ച് വില നിലവാരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്കെന്താണ്
നാളെ ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റിനെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി നേടും. അപ്പോൾ ഈ രംഗത്ത് ഒരുപാട് പേർക്ക് തൊഴിൽ സാധ്യതകളുണ്ട്. ജിയോജിത്ത് പോലെയുള്ള ഷെയർ ബ്രോക്കേഴ്സിൻ്റെ ഫേമുകളിൽ എന്താണ് ഒരുപാട് കൺസൾട്ടൻസ്, അതായത് സാധാരണക്കാർ ഓഹരി വാങ്ങുമ്പോൾ എന്താണ് ആ എക്സ്പേർട്ടുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഏത് കമ്പനിയുടെ ഷെയർ വാങ്ങണം വിൽക്കണമെന്ന് സാധാരണ ഇൻവെസ്റ്റേഴ്സ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്താണ് പണമുണ്ടെങ്കിൽ ഇത്തരം ഓഹരികളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ലാഭം ഉണ്ടാക്കാം. അപ്പോൾ കൃത്യമായിട്ട് ഷെയർ മാർക്കറ്റിനെ പഠിക്കണം. അപ്പോൾ ഷെയർ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന ചാഞ്ചാട്ടം കൃത്യമായിട്ട് മനസ്സിലാക്കി, വിലകൾ കൂടുകയാണോ കുറയുകയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഷെയറുകൾ വാങ്ങി വിറ്റുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ കഴിയും. അതിനുവേണ്ടി നിരന്തരം ഷെയർ മാർക്കറ്റിനെ പഠിച്ചുകൊണ്ടിരിക്കണം. ഷെയർ മാർക്കറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അടിക്കടി മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. ഏതൊക്കെ ഓഹരികൾക്ക് വില കൂടുന്നു, ഏതൊക്കെ ഓഹരികൾക്ക് വില കുറയുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു നീണ്ടകാലം പഠന വിധേയമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിലെ എക്സ്പേർട്ടുകളായിട്ട് മാറാം. താല്പര്യമുള്ള കുട്ടികൾ തീർച്ചയായിട്ടും നിരന്തരം ഈ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ച് ഓഹരി നിലവാരം മനസ്സിലാക്കിക്കൊണ്ട് ഷെയർ മാർക്കറ്റിലെ ട്രെൻഡുകൾ മനസ്സിലാക്കി അവർക്ക് ഭാവിയെ പ്രവചിക്കാൻ കഴിയും. നാളെ ഷെയറിന് വില കൂടുകയാണോ കുറയുകയാണോ എന്ന് കൃത്യമായിട്ട് അവർക്ക് വിലയിരുത്താൻ കഴിയും. അതിലൂടെ എന്താണ് നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കും. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊമേഴ്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നൊരു മേഖല കൂടിയാണ്. നിരന്തര പഠനം, ഷെയർ മാർക്കറ്റിനെ കുറിച്ചുള്ള പഠനം ഇതിനാവശ്യമാണെന്ന് മാത്രം. ആ രീതിയിൽ എക്സ്പേർട്ടുകളായിട്ട് നമുക്ക് മാറാൻ കഴിയും. ഇന്നത്തെ സെഷൻ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.